മാജിക് സ്ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതില്ല പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന്. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഇത് നോക്കൂ, ഫ്രണ്ട്ഷിപ്പ് ഡേന്റെ സ്റ്റിക്കർ ബുക്ക്. സാനു ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ ഉണ്ടാക്കിയതാ അല്ലേ? സാനുവിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേന്റെ അന്ന് ഒക്കെ സർപ്രൈസ് എല്ലാം കൊണ്ടുകൊടുത്തു അല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഡേ ഇതെന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ടല്ല, അച്ഛനമ്മേന് വേണ്ടിട്ടാ. അച്ഛനമ്മയും ഫ്രണ്ട്സാ? ഫ്രണ്ട് പോലെയാണ്. ഫ്രണ്ട് പോലെ എന്താ പറയാ, അച്ഛനും അമ്മേന്റെ ഏതെങ്കിലും ഫ്രണ്ട് ആണെങ്കിൽ അവർക്ക് തരാൻ വേണ്ടിട്ട്. നമുക്ക് നോക്കിയാൽ എങ്ങനെയാ ഉണ്ടാക്കുവാന്ന്. ഇതിലെ ക്ലേ ഒട്ടിച്ചില്ലേ, നമുക്ക് നോക്കാം എങ്ങനെയാ. അപ്പൊ അതിന് ആദ്യം നമുക്ക് എന്താ വേണ്ടേ? സിബ്ലോക്കിന്റെ സഞ്ചി കവർ. ഞാനല്ലേ ഇത് ഈ സിബ്ലോക്ക് കവറാണ് എടുത്തത്. അതായത് ഇതിങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന. ഇനി ഇങ്ങനത്തെ ഇല്ലെങ്കിൽ സാധാരണ കവർ എടുത്താലും നമുക്ക് മടക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ എന്താ ചെയ്യണ്ടേന്ന് കാണണ്ടേ, നോക്കാം. ഞാനല്ല ഇതേപോലെ സ്ലേറ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. ഇതൊരു ബോക്സ് ആണല്ലേ സാനുവിന്റെ? ഇതില്ലേ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദിസ്. പിന്നെ ഇല്ല, നമുക്കിത് സ്ലേറ്റിന്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം, പിന്നെ കട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ് കണ്ട ഇമ്പോസിബിൾ ടാസ്ക്. ഫ്രണ്ട്സ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ ബട്ടൺസ് എല്ലാം ഉണ്ടാക്കണ്ടേ, നെക്കെല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം. ഓക്കെ, അതൊരു സർക്കിൾ വരച്ചെടുക്കാം. ഇതാ ഓണാക്കുന്ന ഒരു ബട്ടൺ പോലെ അല്ലേ? യെസ്, ഓണാക്കുന്ന ബട്ടൺ അല്ലേ. അടിപൊളി, സൂപ്പർ. ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ട, ഇങ്ങനെയാണ് വരക്കണത്. നിങ്ങൾക്ക് ഒരു ടാബ് അല്ല മറ്റേ ആ ഒരു സ്ലേറ്റിന്റെ ഷേപ്പില് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മള് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനല്ല കട്ട് ചെയ്തത്, അമ്മയാണ് കട്ട് ചെയ്തത്. ഇതില്ല, ഉള്ളിലെല്ലാം കട്ട് ചെയ്യാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വലിയ ആളുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് ഹെൽപ്പ് ചോദിക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്ട് എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയാൻ കുറച്ച് പണിയാണ്. അപ്പം ഈ ഒരു രീതിയിലല്ലാണ്ട് വേറെ രീതിയിൽ എങ്ങനെ ആക്കണ്ടെന്ന് സാധനം പറഞ്ഞുതരും അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത എങ്ങനെയാണെന്ന് നോക്കാം. ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാനല്ല ഇനി നമുക്ക് ഇതിലെ കളർ അടിക്കാം, റെയിൻബോ കളേഴ്സ്. കളർ അടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. കണ്ട, ഞാൻ ഇങ്ങനെ കളർ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതാണ് ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ഇതെല്ലാം തൽക്കാലം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഈ കവർ എടുക്കാം, സിബ്ലോക്ക് കവർ. അതായത് നിങ്ങളുടെ വീട്ടില് സിബ്ലോക്കിന്റെ കവർ ഇല്ലെങ്കിലും എടുക്കാൻ പറ്റും. വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. പശ, പിന്നെ ബ്ലാക്ക് കളർ, അത് ബ്ലാക്ക് കളർ, പിന്നെ ഒരു കവർ. അതിന്റെ ഉള്ളില് അത് രണ്ടെണ്ണം അങ്ങനെ വയ്ക്കണം. അത് നമുക്ക് സിബ്ലോക്ക് കവർ ഓപ്പൺ ചെയ്യാ. പിന്നെ ഇല്ലേ പശന്റെ, ഞാൻ ഈ പശയാണ് എടുത്തത്. ആ മുകളിൽ ഇങ്ങനെ ആക്കുന്ന ഈ പശയില്ലേ, പശ ഒഴിച്ചെടുക്കാം. ഞാൻ ഇത്രയും ഒഴിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പശ.
പശ പശ. നമുക്ക് കറുപ്പ് കളറും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കളറിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ബ്ലോക്ക് വിട്ടിട്ട് ഇല്ല, മിക്സ് ചെയ്ത് കൊടുക്കണം. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, ഇത് കുറച്ച് ഇങ്ങനെ മിക്സിങ്. യെസ്, ഫുള്ള് നമുക്ക് ബ്ലാക്ക് കളർ ആക്കി എടുക്കണം ഫ്രണ്ട്സ്. കണ്ട, നമ്മൾ ഇത്രയായിട്ടുണ്ട്. ഞാൻ ഇതിലെ ഫുൾ മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട് ഗായ്സ്. ഫ്രണ്ട്സ്, ഈ ബ്ലോക്ക് കവർ ആയതുകൊണ്ട് ഇങ്ങനെ സിപ്പ് ചെയ്താൽ അതിങ്ങനെ മതി കിട്ടാം. പിന്നെ ഇല്ലേ, അതായത് നോർമൽ കവർ ആണെങ്കിലില്ലേ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് ടാപ്പ് ഒട്ടിച്ചാൽ മതി. അങ്ങനെ മറിയില്ല അല്ലേ? അതായത് ഒരു 2 മടക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പൊ അത് പുറത്തേക്ക് വരൂല. ഇതിപ്പോ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന കവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇതിവിടെ ഫുള്ള് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ എന്നാ വേണ്ടത്? ഇനി പേപ്പർ ഒട്ടിക്കണം. ഇത് പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കണം അല്ലേ? ഈ പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ്. ഇനി ഈ പേപ്പറിൽ ഒട്ടിച്ചെടുക്കണം അല്ലേ? ഇത് നമുക്ക് ഇനി ഈ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ പിടിച്ചു തരാം. ഇനി മേലെ ഒട്ടിക്കണം ഫ്രണ്ട്സ്. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതും കൂടെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഞാൻ നേരത്തെ ഇതുണ്ടാക്കുമ്പോ പറഞ്ഞില്ലേ, അതായത് ഇത് ഉണ്ടാക്കാൻ പണിയാണെങ്കിൽ വേറെ വഴിയും കൂടി ഉണ്ടെന്ന്. എന്താ അറിയാ ഫ്രണ്ട്സ്, നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചില്ലേ, ഇതേപോലെ ആക്കാണ്ട് ചുറ്റും ഒട്ടിച്ചു കൊടുത്താൽ മതി. സ്ക്വയർ ആക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഇതേപോലത്തെ പേപ്പറോ കാർഡ്ബോർഡ് ആയാലും മതി. ഇതേപോലെ ഈ ഒരു സൈഡിൽ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. അതേപോലെ പിന്നെ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. അങ്ങനെ ചുറ്റും കാർഡ്ബോർഡ് ഒട്ടിച്ചാലും മതി, ഇതേപോലെ ആക്കുന്നതിന് പകരം. ഇനി ഇതാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇതാക്കിയിട്ട് ഒട്ടിച്ചാൽ അങ്ങനെ ആയാലും മതി. ഇതിങ്ങനെ ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇത് മൊത്തം പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. സാറിന്റെ കയ്യിൽ മൊത്തം കളർ പെൻസിലിന്റെ ആണത്. അത് ചുറ്റിലും പശ എടുത്ത് ഒട്ടിച്ചിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിൽ ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒട്ടിക്കണം ഫ്രണ്ട്സ്. ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫൈനലി ഫ്രണ്ട്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ചുറ്റുള്ള പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇത് ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഈ ബട്ടൺ എല്ലാം കറുപ്പ് കളർ കൊടുക്കാം. ഫ്രണ്ട്സ്, കുഞ്ഞ ഡോട്ട് ഞാൻ വെറുതെ കൊടുത്തതാണ്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എന്റെ മാജിക് സ്ലേറ്റ്? ഇതിങ്ങനെ വരച്ചാൽ കളർഫുൾ ആവും. എങ്ങനെ ഉപയോഗിക്കുക കൂടാന്ന് കാണിച്ചു ഫ്രണ്ട്സ്. ഞാനല്ല ഇതെങ്ങനെയാ ഉപയോഗിക്കുവാന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ അടുത്ത് ബഡ്സോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉണ്ടെങ്കിൽ പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ടൂത്ത് പിക്കിന്റെ ഈ സൈഡ് അല്ലാന്ന് യൂസ് ചെയ്യേണ്ടത്, എന്നാൽ അത് കീറിപ്പോവും. അപ്പോൾ ഈ സൈഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്ക് ഫ്രണ്ട്സ്. ഓ ഫ്രണ്ട്സ്, ഞാൻ ഇത് എഴുതി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എൻ്റെ ഈ ക്രാഫ്റ്റ്? സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഇത് ആദ്യമേ ഉണ്ടാക്കാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു.
അടിപൊളിയല്ലേ? ലാ, ലാ, ലാ. സാധനം ചെയ്ത് ഞാനാ വീട്ടിൽ കൊടുക്കാം. ഇത് ഹാൻഡ് റൈറ്റിംഗ്. ഇനി സൂണു എന്നാ സൂണു എന്ന് വിളിക്കില്ല, സോണു എന്ന് വിളിക്കല്. വാവ്, ഹാർട്ട് ഷേപ്പ്. ഫ്രണ്ട്സ് കണ്ട എങ്ങനെയുണ്ട് എൻ്റെ മാജിക് സ്ലേറ്റ്? അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ സ്ലേറ്റ് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സാധനമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. മായാതെ ഓർമ്മകൾ നൽകിയ യാത്ര